ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും കൈവിടുമോ ഇന്ത്യ? നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇന്ത്യ ജയിച്ച റാഞ്ചിയിൽ നിന്ന് തുടങ്ങാം. 349 റൺസ് എടുത്തിട്ടും കേവലം 17 റൺസിനാണ് ഇന്ത്യക്കെന്ന് വിജയിക്കാനായത്. അതും ദക്ഷിണാഫ്രിക്കൻ ടോപ്പ് ഓർഡർ വൻ തകർച്ചയിൽ നിന്നിട്ടും. ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റിന് 77ലേക്കും 5 വിക്കറ്റിന് 133ലേക്കും സന്ദർശകർ കൂപ്പുകുത്തിയിരുന്നു. എന്നാൽ ബ്രീഡ്സ്കയും സോർസിയും ബ്രെവിസും യാൻസണും കോർബിൻ ബോഷുമെല്ലാം ഇന്ത്യയുടെ നെഞ്ചിടിപ്പേറ്റി. ജയത്തിന് 17 റൺസ് അകലെ മാത്രമാണ് അവർ വീണത്. അതും യാൻസനെയും ബ്രെഡ്സ്കയെയും 2 പന്തിന്റെ ഇടവേളകളിൽ കുൽദീപ് പുറത്താക്കിയത് കൊണ്ട് മാത്രം. എന്നിട്ടും 9ലും 10ലും ഇറങ്ങിയ സുബ്രയനും നാൻഡ്രെ ബർഗറുമെല്ലാം ഇന്ത്യയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. റാഞ്ചിയിലെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും രോഹിത് ശർമ്മയുടെയും KL രാഹുലിൻ്റെയും അർദ്ധ സെഞ്ചുറികളുമാണ് ഇന്ത്യൻ സ്കോർ 349-ലെത്തിച്ചത്. എന്നാൽ അപ്പോഴും ഒരു 20 മുതൽ 30 റൺസ് കൂടി അധികം എടുക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു ഇന്ത്യക്ക്. ഋതുരാജ് ഗെയ്ക്വാദിന്റെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും എല്ലാം മെല്ലെ പോക്ക് തിരിച്ചടിയായി. ഇനി റായ്പൂരിലെ രണ്ടാം ഏകദിനത്തിലേക്ക്. 20ാം തവണയും ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യുന്നു ഇന്ത്യ. വിരാട് കോഹ്ലിയുടെയും ഋതുരാജ് ഗെയ്ക്വാദിന്റെയും സെഞ്ചുറിയുടെയും KL രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിൽ 358 എന്ന മികച്ച ടോട്ടലിലെത്തുന്നു. എന്നാൽ 4 പന്തും 4 വിക്കറ്റും ബാക്കി നിർത്തി ദക്ഷിണാഫ്രിക്ക ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിൽ 2 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയും വന്നപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കായി ഏഡൻ മാർക്രം 3 അക്കം തികച്ചു. പതിവ് പോലെ ബ്രീഡ്സ്കയും ബ്രെവിസും കോർബിൻ ബോഷുമെല്ലാം വിജയത്തിൽ നിർണായക സംഭാവനകൾ നൽകി. 3 മാറ്റങ്ങളാണ് ദക്ഷിണാഫ്രിക്ക വരുത്തിയത്. ക്യാപ്റ്റൻ ബൗമ തിരിച്ചെത്തി. അദ്ദേഹം 46 റൺസ് എടുത്തു. മാർക്രത്തിനൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ടും നേടി. കേശവ് മഹാരാജ് 11-ലെത്തി. ബൗളിംഗിൽ എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും ബാറ്റിംഗിൽ കോർബിൻ ബോഷിനൊപ്പം നിർണായകമായി. പിന്നത്തെ മാറ്റം പേസർ ലുങ്കി എൻഗിഡി. 6-ൽ താഴെ ഇക്കോണമിയിൽ എറിഞ്ഞ ഏക ബൗളർ എൻഗിഡി ആയിരുന്നു. വിരാട് കോഹ്ലിയുടെ വിക്കറ്റും അദ്ദേഹം സ്വന്തമാക്കി. ഇനി നമുക്ക് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഹ്ലി പുറത്താകുമ്പോൾ ഇന്ത്യക്ക് 280-ന് മുകളിൽ റൺസുണ്ട്. 11 ഓവറുകളും 6 വിക്കറ്റും കയ്യിലുണ്ട്. 10 റൺസ് പെർ ഓവർ പിടിച്ചാൽ തന്നെ 400-ലേക്ക് എത്തിക്കാവുന്ന സാഹചര്യം. എന്നാൽ നല്ലൊരു ഫിനിഷറുടെ അഭാവം മുഴച്ചു നിന്ന ഇന്ത്യയുടെ മത്സരത്തിൽ നേടിയത് 358 റൺസ് മാത്രം. രവീന്ദ്ര ജഡേജ 27 പന്തിൽ 24 റൺസും വാഷിംഗ്ടൺ സുന്ദർ 8 പന്തിൽ 1 റണ്ണും മാത്രമാണ് നേടിയത്. ഓൾറൗണ്ടറായി ടീമിലെടുത്ത വാഷിംഗ്ടൺ എറിഞ്ഞത് 4 ഓവർ മാത്രമാണ്. ആദ്യ ഏകദിനത്തിലും മെല്ലെപ്പോക്ക് നടത്തിയ വാശിക്ക് പകരം ഒരു പ്രോപ്പർ ബാറ്ററെ ഇന്ത്യ ഇറക്കേണ്ടിയിരുന്നു. ഋഷഭ് പന്തും തിലക് വർമ്മയും ഇന്ത്യൻ സംഘത്തിലുണ്ട്. ഇനി മീഡിയം പേസ് ഓൾറൗണ്ടറെ പരിഗണിക്കാൻ തീരുമാനിച്ചാൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം നൽകാമായിരുന്നു. ഹർദിക് പാണ്ഡ്യയെ പോലൊരു താരത്തെ ഇന്ത്യൻ ടീം മിസ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. റായ്പൂരിൽ അവസാന 10 ഓവറിൽ ഇന്ത്യ നേടുന്നത് 74 റൺസ് മാത്രമാണ്. ബാറ്റർമാർ എത്ര റൺസ് എടുത്താലും ബൗളർമാർക്ക് അത് പ്രതിരോധിക്കാനാവുന്നില്ല. ഈ ബൗളിംഗ് യൂണിറ്റിന് പൊതുവിലൊരു വിശ്വാസമില്ലാത്ത പോലെ. ICC ഏകദിന ബൗളിംഗ് റാങ്കിങ്ങിൽ ആദ്യ 20 സ്ഥാനത്ത് ഇന്ത്യയുടെ 2 പേസ് ബൗളർമാരാണുള്ളത്. അവർ 2 പേരും ടീമിലില്ല. ജസ്പ്രീത് ബുംറയ്ക്ക് വർക്ക് ലോഡ്, മുഹമ്മദ് സിറാജിന് വിശ്രമവും. ആ സിറാജ് തന്നെയാണ് മുഷ്താഖ് അലി ട്രോഫിയിൽ പന്തെറിയുന്നത്. സെലക്ഷൻ കമ്മിറ്റി ഫിറ്റല്ലെന്ന് പറഞ്ഞ മുഹമ്മദ് ഷമി ഇന്നലെയും 4 വിക്കറ്റ് എടുത്ത് ബംഗാളിനെ വിജയിപ്പിച്ചിട്ടുണ്ട്. സർവീസസിനെതിരെ 13 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ്. കളിയിലെ താരവുമായി. ഒരു തരത്തിലും പേടിപ്പിക്കാത്ത ബൗളിംഗ് യൂണിറ്റിനൊപ്പം മോശം ഫീൽഡിംഗ് കൂടിയായപ്പോൾ ഇന്ത്യയുടെ പതനം പൂർത്തിയായി. ഉറച്ച ക്യാച്ചുകളും റൺഔട്ട് ചാൻസുകളും ഇന്ത്യ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഫീൽഡിൽ അനായാസം വിട്ടുകളഞ്ഞ ബൗണ്ടറികളും നിർണായകമായി. ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ യശസ്വി ജയ്സ്വാൾ പരമ്പരയിൽ തിളങ്ങിയിട്ടില്ല. ഏറെ നാളിന് ശേഷം ODI ഫോർമാറ്റിൽ അവസരം കിട്ടിയ ജയ്സ്വാളിന്റെ സ്കോർ യഥാക്രമം 18, 22 എന്നിങ്ങനെയാണ്. മികച്ചൊരു പ്രകടനമില്ലെങ്കിൽ അടുത്ത പരമ്പരയിൽ നിന്ന് ജയ്സ്വാൾ പുറത്തു പോകേണ്ടി വരും. അതേസമയം നിർണായക മത്സരത്തിൽ ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. വാഷിംഗ്ടൺ സുന്ദറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി എത്തിയേക്കും. ബാറ്റിംഗിന്റെ ആഴം കൂട്ടാനാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ തിലക് വർമ്മയ്ക്കോ ഋഷഭ് പന്തിനോ നറുക്കു വീഴാനും സാധ്യതയുണ്ട്. പരിക്കാണ് ദക്ഷിണാഫ്രിക്കയെ അലട്ടുന്നത്. റായ്പൂരിൽ ബൗൾ ചെയ്യുന്നതിനിടെ റണ്ണപ്പിൽ നാൻഡ്രെ ബർഗറിന്റെ വലതുകാലിന് പരിക്കേറ്റു. ചേസ് ചെയ്യുന്നതിനിടെ ഡിസോർസയ്ക്ക് ഹാംസ്ട്രിംഗ് ഇഞ്ചുറിയും. ഇരുവരും മത്സരം പൂർത്തിയാക്കിയതുമില്ല. ഒപ്പം സീനിയർ താരം ഡീകോക്കിന്റെ ഫോമിലും സന്ദർശകർക്ക് ആശങ്കയുണ്ട്. ആദ്യ 2 മത്സരങ്ങളിൽ 0-8 എന്നിങ്ങനെയാണ് ഡീകോക്കിന്റെ സമ്പാദ്യം. പക്ഷേ ഇന്ത്യയിൽ ഏകദിനത്തിൽ ഏറ്റവും അധികം ശരാശരിയുള്ള താരങ്ങളിൽ ഒരാളാണ് ഡീകോക്ക്. അത് നമ്മൾ മറന്നുപോകരുത്. ഒപ്പം ഏഡൻ മാർക്രത്തിന്റെയും ഓൾറൗണ്ടർമാരുടെയും ഫോമും ദക്ഷിണാഫ്രിക്കയ്ക്ക് കരുത്താണ്. റായ്പൂരിൽ സെഞ്ചുറി നേടിയ മാർക്രത്തിന് ഇന്ത്യയിൽ 6 50+ സ്കോറുകളുണ്ട്. ബ്രെഡ്സ്കിയാണ് ഏറെ അപകടകാരി. 11 ഇന്നിംഗ്സിൽ നിന്ന് 7 50. ആകെ 682 റൺസ്. ഇത്ര ചെറിയ മത്സരത്തിൽ ഇത്രയും സ്കോർ നേടിയ താരം
ഏകദിന ചരിത്രത്തിൽ വേറെയില്ല. പക്ഷേ അപ്പോഴും നമുക്ക് കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും എല്ലാം പ്രകടനത്തിൽ വിശ്വാസം അർപ്പിക്കാം. ബാക്ക് ടു ബാക്ക് സെഞ്ചുറികളുമായി വിശാഖപട്ടണത്തെത്തുന്ന കോഹ്ലിക്ക് ആ ഗ്രൗണ്ടിൽ അനുപമമായ റെക്കോർഡുകളുണ്ട്. ആകെ 7 ഏകദിനത്തിലാണ് കോഹ്ലി വിശാഖപട്ടണത്ത് കളിച്ചത്. അതിൽ 587 റൺസ് എടുത്തു. 3 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടി. ശരാശരി 97.83. ഇനി പരമ്പര ജേതാക്കളെ നിശ്ചയിക്കുന്ന ഡിസൈഡർ മത്സരങ്ങൾ നോക്കിയാൽ 10-ൽ 8 ഡിസൈഡറും ഇന്ത്യയാണ് വിജയിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ കാര്യമെടുത്താൽ അത് 10-ൽ 3 മാത്രമാണ്. എന്നാൽ ചോക്കേഴ്സ് എന്ന് എല്ലാവരും കളിയാക്കിയിരുന്ന പഴയ ദക്ഷിണാഫ്രിക്കയല്ല ഇത്. ബൗമയുടെ കീഴിൽ ഏത് വമ്പനെയും മടയിൽ പോയി കീഴടക്കുന്ന പുലികളാണ്. 2015 ശേഷം ഇന്ത്യയിൽ ആദ്യ ഏകദിന പരമ്പരയാണ് അവരുടെ ലക്ഷ്യം. 2000 ശേഷം ടെസ്റ്റ് പരമ്പര, അതും വൈറ്റ് വാഷ് അടിച്ച് സ്വന്തമാക്കിയ പ്രോട്ടിയാസിന് ഏകദിന പരമ്പര അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവിടെ പോയി ജയിച്ച് ഇതുപോലൊരു സീരീസ് ഡിസൈഡർ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് ഇന്ത്യക്ക് പരമ്പര നേടിക്കൊടുത്ത ഒരാളുണ്ട്. പേര് സഞ്ജു സാംസൺ. മലയാളിയാണ്. അയാളെ ടീമിലെടുത്തിട്ടേയില്ല. എന്താണ് സഞ്ജു സാംസൺ ചെയ്ത കുറ്റം? അയാൾ അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ.